നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാരുണ്യത്തിന്റെ കരസ്പർശവുമായി മന്ത്രി എ.പി. അനിൽകുമാർ ഹിതയുടെ വീട്ടിലെത്തി. ചോക്കാട് മമ്പാട്ടുമൂലയിൽ 9 വർഷമായി തളർന്നുകിടക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. സംസ്ഥാന പാതയരികിലെ അഴുക്കുചാൽ നിർമ്മാണം കാളികാവിൽ നാട്ടുകാർ തടഞ്ഞു. റോഡിലേക്ക് ഇറക്കിയാണ് അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്ന് ആരോപിച്ചാണ് ചാൽ നിർമ്മാണം തടഞ്ഞത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സോഷ്യലിസ്റ്റ് ജനത വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. അമരമരം വേങ്ങാപരത ശ്രീ വിവേകാനന്ദ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക അന്തർയോഗം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ശയ്യാലംബിയായ 9 വയസ്സുകാരിയെ മന്ത്രി സന്ദർശിച്ചു. മമ്പാട്ടുമൂല കുടുംബിലാൻ ഹിതയെയാണ് മന്ത്രി എ.പി. അനിൽകുമാർ സന്ദർശിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കുട്ടിയുടെ ദുരിതാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് മന്ത്രി ഹിതയുടെ വീട് സന്ദർശിച്ചത്. ജന്മസഹജമായ വൈകല്യം മൂലം ശയ്യാവലംബിയായ ഹിതയുടെ പിതാവ് കുടുംബിലാക്കൽ അഷ്റഫ് 1 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു. ഉമ്മ നസീലയും 2 സഹോദരിമാരുമടങ്ങുന്ന കുടുംബം ഇതോടെ ഹിതയുടെ ചികിത്സ നടത്താനാവാതെ കുഴങ്ങുകയാണ്. 2 വർഷം മുമ്പ് ഒരേ സമയം 7 ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും വൈകല്യം പൂർണ്ണമായും മാറ്റാനായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, MES മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷം വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ് ഹിത ഇപ്പോൾ. ദൈനംദിന ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കണമെന്ന ആവശ്യത്തോട് മന്ത്രി അനുകൂലമായാണ് പ്രതികരിച്ചത് എന്നതും കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നു. കരുവാരകുണ്ടിൽ CPM വിട്ടവർ CPIയിലേക്ക്. പാർട്ടി സമ്മേളനത്തെ തുടർന്നുണ്ടായ അഭിപ്രായ ഭിന്നത മൂലം 100-ലധികം പേരാണ് CPIയിൽ നിന്നും രാജിവെച്ചിരുന്നത്. ഇവരിൽ ഭൂരിഭാഗവും CPIയിലേക്ക് ചേക്കേറുന്നുവെന്നാണ് സൂചന. സഹാബ് കുഞ്ഞാലിയുടെ സഹപ്രവർത്തകനായിരുന്ന പുലിയോടൻ ഹുസ്സൻകുട്ടിയാണ് ഒടുവിൽ പാർട്ടി വിട്ട പ്രമുഖൻ. 16 വർഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, CITU പഞ്ചായത്ത് പ്രസിഡന്റ്, ആർട്ടിസൺ യൂണിയൻ ഏരിയ പ്രസിഡന്റ് തുടങ്ങിയ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഹുസ്സൻകുട്ടി മലയോര മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത പ്രമുഖ നേതാവാണ്. നിലമ്പൂർ കോവിലകം വകയായിരുന്ന മിച്ചഭൂമി പിടിച്ചെടുക്കൽ സമരത്തിൽ ഇമ്പിച്ചി ബാബ ക്യാപ്റ്റനും ഹുസൈൻകുട്ടി വൈസ് ക്യാപ്റ്റനുമായിരുന്നു. ഈ സമരം ഉൾപ്പെടെ നിരവധി സമരങ്ങളുടെ പേരിൽ ജയിൽവാസം അനുഭവിച്ച നേതാവ് കൂടിയാണ് ഹുസ്സൻകുട്ടി. 1/2 നൂറ്റാണ്ട് കാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തനിക്ക് പാർട്ടിയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള സാമ്പത്തിക ക്രമക്കേടാണ് നേതൃത്വത്തിൽ നിന്നുണ്ടായത് എന്ന് ഹുസ്സൻകുട്ടി ആരോപിച്ചു. മാത്രമല്ല, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് കച്ചവടം നടത്തുകയും ചെയ്ത നേതാക്കൾ ഇത് പാർട്ടി കമ്മിറ്റിയിൽ ചൂണ്ടിക്കാണിച്ചവർക്കെതിരെയാണ് നടപടി കൈക്കൊണ്ടത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് കേരള കോൺഗ്രസിലെ അഡ്വക്കേറ്റ് VT ബേബി ആയിരുന്നു. എന്നാൽ ബേബിക്ക് CPM സ്ഥാനാർത്ഥിക്ക് 1 വാർഡിൽ നിന്ന് ലഭിച്ച വോട്ട് പോലും ലഭിച്ചില്ല. പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാത്യു സെബാസ്റ്റ്യനാണ് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും വിജയിച്ചത്. പാർട്ടി നേതൃത്വത്തിലെ 2 പേർ മാത്യു സെബാസ്റ്റ്യനിൽ നിന്ന് 3 ലക്ഷം രൂപയാണ് അത്രേ വാങ്ങിയത്. ഇതിൽ നിന്ന് 50,000 രൂപ മാത്രം പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകി മാത്യു സെബാസ്റ്റ്യന് വോട്ട് ചെയ്യാൻ അണികൾക്ക് നിർദ്ദേശം നൽകി. പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിൽ പോലും മാത്യു സെബാസ്റ്റ്യന്റെ പോസ്റ്ററുകൾ കാണാനുണ്ടായിരുന്നു. കരുവാരകുണ്ടിൽ പുതുതായി പണിയാൻ ഉദ്ദേശിച്ചിരുന്ന ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉണ്ട്. ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം നൽകിയിരുന്ന വ്യക്തിയിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് നേതാക്കളിൽ ചിലർ കൈപ്പറ്റിയത്. ബസ് സ്റ്റാൻഡിനെതിരെ അണികൾ സമരരംഗത്തിറങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആണ് പണം കൈക്കലാക്കിയത്. കൂടാതെ കരുവാരകുണ്ടിലെ പ്രധാനമായൊരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും നേതൃത്വം ലക്ഷ്യങ്ങൾ സ്വന്തമാക്കിയതായും രാജിവെച്ച നേതാക്കൾ ആരോപിച്ചു. കൂടാതെ പാർട്ടിയും ഭരണത്തിലിരുന്ന സമയത്ത് സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റു അവിഹിത മാർഗങ്ങളിൽ ജോലി നേടിക്കൊടുക്കുന്നതിനും നേതൃത്വം പണം കൈപ്പറ്റിയത്രേ. ഇതിനെയെല്ലാം പാർട്ടി കമ്മിറ്റികളിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നേതൃത്വത്തിന് കൃത്യമായ വിശദീകരണം നൽകാൻ ആയില്ല. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ ഇത്തരം ആരോപണങ്ങൾ രൂക്ഷമായി ഉയർന്നതോടെ പാർട്ടിയിൽ 2 ചേരി പ്രത്യക്ഷമാവുകയും ചെയ്തു. സമ്മേളനം പരാജയപ്പെടുകയും അലങ്കോലപ്പെടുകയും ഉണ്ടായി. പ്രകടനം 2ആയി തിരിഞ്ഞാണ് പൊതുസമ്മേളന വേദിയിലെത്തിയത്. മാത്രമല്ല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കുകയും ചെയ്തു. വോട്ടെടുപ്പിൽ ഔദ്യോഗിക വിഭാഗം കൃത്രിമം കാണിച്ചതായി അന്ന് തന്നെ നേതാക്കൾ ആരോപണം ഉയർത്തിയിരുന്നു. സമ്മേളനം അവസാനിച്ചുടനെ പ്രമുഖ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഹുസൈൻകുട്ടിക്ക് പുറമെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും വ്യാപാരി വ്യവസായ സമിതി പഞ്ചായത്ത് പ്രസിഡന്റുമായ P. കുഞ്ഞാപ്പു ഹാജി, സാംസ്കാരിക പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന OP ഇസ്മായിൽ, തരിശ് ബ്രാഞ്ച് സെക്രട്ടറി പുല്ലുവിള വിജയൻ, പുൽവട്ട ബ്രാഞ്ചിലെ പാതിക്കോടൻ അലി, DYFI ഭാരവാഹികൾ, CITU പ്രവർത്തകർ ചിലർ തുടങ്ങിയവരെല്ലാം രാജിവെച്ചു.
എന്നാൽ സംസ്ഥാന ജില്ലാ നേതൃത്വം രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനങ്ങൾ നൽകി രാജി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തി. ഇതിന്റെ ഫലമായി ഏതാനും പേർ പാർട്ടിയിലേക്ക് മടങ്ങി. എന്നാൽ നേതൃത്വം നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി കരുവാരകുണ്ടിലെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള തന്ത്രമായിരുന്നു ഇത് മനസ്സിലാക്കിയതോടെയാണ് രാജിവെച്ചവർ രാജിയിലുറച്ച് CPIയിൽ ചേർന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെക്കുമെന്ന് ഹുസൈൻകുട്ടിയും മറ്റ് നേതാക്കളും അറിയിച്ചു. വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലെ വനിതാ ജനപ്രതിനിധികൾക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു. മമ്പാട് പുളിക്കലോടി ബെസ്റ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. ഒരു വീട്ടിൽ 7 ആളുണ്ടെങ്കിൽ ആ 49 കിലോ അരി. ഒരു വീട്ടിൽ 5 ആളാണെങ്കിൽ 7-5 35 അരി. അതിന് 1 ഉറുപ്പിക. ഇത് വാസ്തവത്തിൽ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവന്റെ വീട്ടിലൊക്കെ അംഗസംഖ്യ കുറവാണ്. എന്താ കാരണം? അവര് കല്യാണം മക്കളൊക്കെ ചെയ്താൽ മാറി ഒരു വീട് വെക്കാനുള്ള സ്ഥലമില്ല, വാങ്ങാനും കഴിയുന്നില്ല. പണ്ടൊക്കെ കുടികിടപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു, ഇപ്പോൾ അതില്ല. അതുകൊണ്ട് അംഗസംഖ്യ കൂടുതലാണ്. അപ്പോൾ ആ വീടുകളിലൊക്കെ ഒരാൾക്ക് 7 കിലോ അങ്ങനെയാണ് അരി കൊടുക്കുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും നിലമ്പൂർ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷനുമായ പത്മിനി ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മറിയക്കുട്ടി ടീച്ചർ, ഉഷ നായർ, NTUC ജില്ലാ പ്രസിഡന്റ് KC കരീം മൗലവി, DCC ജനറൽ സെക്രട്ടറി NA കരീം എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് അലക്സ് ടോമി, ജോൺ എന്നിവർ ക്ലാസ് എടുത്തു. മദ്യനിരോധനം സംബന്ധിച്ച് പഞ്ചായത്തുകൾക്ക് നൽകിയ അവകാശങ്ങൾ പ്രാവർത്തികമാക്കുവാൻ മഹിളാ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രത്യേക താൽപര്യമെടുക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ അഴുക്കുചാൽ നിർമ്മാണം തടഞ്ഞു. റോഡിനോട് ചേർന്നുള്ള പ്രവൃത്തി നടക്കുന്നുവെന്ന് ആരോപിച്ച് കാളികാവ് ജംഗ്ഷനിലെ ഹുമൈനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി തടഞ്ഞത്. റോഡിലേക്കിറക്കി അഴുക്കുചാൽ നിർമ്മിച്ചാൽ വീതി കുറവുള്ള സംസ്ഥാന പാത വീണ്ടും ഇടുങ്ങിയതാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ അതിർത്തി അളന്ന് തിട്ടപ്പെടുത്തി അഴുക്കുചാൽ നിർമ്മാണം നടത്തണമെന്ന് ക്ലബ്ബ് പ്രവർത്തകർ പ്രവൃത്തി ചെയ്യുന്നവരോട് ആവശ്യപ്പെട്ടു. സംഭവ സമയത്ത് സംസ്ഥാന പാതയിലൂടെ കടന്നുപോയ സ്ഥലം MLA കൂടിയായ മന്ത്രി AP അനിൽകുമാറിന്റെ കാർ തടഞ്ഞ് ക്ലബ്ബ് പ്രവർത്തകർ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അന്വേഷിച്ച് നടപടിയെടുക്കുവാൻ ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി തുടരുവാൻ അനുവദിക്കില്ല എന്നാണ് ഖുമൈനി ക്ലബ്ബ് പ്രവർത്തകർ പറയുന്നത്. യഥാർത്ഥ അതിർത്തിയിലൂടെ തന്നെയാണ് അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്നും വെറുതെ ചിലർ പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നുമാണ് സംസ്ഥാന പാതയോട് ചേർന്നുള്ള സ്ഥലം ഉടമകൾ പറയുന്നത്. ഇരുവിഭാഗവും തമ്മിൽ തർക്കമുള്ളതിനാൽ അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം അഴുക്കുചാൽ നിർമ്മാണം തുടരാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാളികാവ് കരുവാരകുണ്ട് റോഡിലെ ചെങ്കോടിൽ നിന്നാണ് അഴുക്കുചാൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. മലവാരത്തോട് ചേർന്നുള്ള സംസ്ഥാന പാതയിൽ മഴക്കാലങ്ങളിൽ വെള്ളം മൂടുന്നത് ഒഴിവാക്കുന്നതിനാണ് അഴുക്കുചാൽ നിർമ്മിക്കുന്നത്. പലയിടങ്ങളിലും സംസ്ഥാന പാതയുടെ വീതി പലതരത്തിലാണ്. കാളികാവ് ജംഗ്ഷനിൽ റോഡരികിലൂടെ കാൽനടയാത്രയ്ക്കുള്ള സൗകര്യം പോലും കുറവാണ്. SYS അമരമലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാന്തനം മെഡിക്കൽ ക്യാമ്പ് നടത്തി. വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നടത്തുന്നു. ഇവിടെ തന്നെ 7 പഞ്ചായത്തിലും ഞാൻ മനസ്സിലാക്കിയത് മുനിസിപ്പാലിറ്റിയിലും ഇവിടെ പ്രമേയവും അതുപോലെ നേത്ര രോഗവുമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളെ മണ്ഡലം പ്രസിഡന്റിനെ എൻ്റെ കാറിൽ തന്നെ ഞാൻ കൂട്ടി വരാൻ കാരണം ഈ 2 രോഗമുള്ള ആളാണ് അദ്ദേഹം. ഞാൻ ഈ SYSനെ NGO ആയിട്ടാണ് ഈ വക കാര്യത്തിൽ കാണുന്നത്. മതപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും ഹിന്ദുവായാലും മുസൽമായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവർക്കും പര്യാപ്തമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SYS. SYSന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ SYS നിലമ്പൂർ മേഖലാ വൈസ് പ്രസിഡന്റ് കോമു മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി വിഷയാവതരണം നടത്തി. അമരമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ, K രാജ്മോഹൻ, VK അബ്ദുൽ ഗഫൂർ, KN പ്രസന്നൻ മാസ്റ്റർ, NA കരീം, KC വേലായുധൻ, R പാർത്ഥസാരഥി, M കുഞ്ഞുമുഹമ്മദ്, KP ജമാൽ മാസ്റ്റർ, ഡോക്ടർ KT മനോജ് കുമാർ, ഡോക്ടർ P കമ്മുണ്ണി എന്നിവർ പ്രസംഗിച്ചു. PT ഉമ്മർ സ്വാഗതവും ഇന്നി പള്ളിക്കുന്ന് നന്ദിയും പറഞ്ഞു. ഇനിയൊരു ഇടവേള.